അസ്സലാമലൈക്കും. കൈഫുൽ ഹാൽ? എന്തൊക്കെയാ മക്കളെ വിശേഷങ്ങൾ? അന്തും മസ്റൂറൂൻ? അഹ്സൻ, അൽഹംദുലില്ലാഹ്. എല്ലാവരും ക്ലാസ്സൊക്കെ കേൾക്കാൻ ബുക്കും പേനയുമായൊക്കെ റെഡി ആയിരിക്കുകയാണല്ലേ? അപ്പോൾ നമുക്കിന്ന് എന്താ ചെയ്യാ? ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് പറഞ്ഞാ നിർത്തിയത്? ഓർമ്മയുണ്ടോ? അത് തന്നെ, ഉറക്കെ പറയ്, ടീച്ചർക്ക് കേൾക്കണ്ടേ. പതിയെ പറഞ്ഞാ ടീച്ചർ ഇവിടെ കേൾക്കില്ല. എല്ലാവരും ഉറക്കെ പറയണം കേട്ടോ. നല്ല ഉഷാറുള്ള ആക്റ്റീവായിട്ടുള്ള മക്കളായിട്ടിരുന്ന് ഉഷാറായിട്ട് പറയണം. അപ്പൊ എന്താ ചെയ്തത്? അത് തന്നെ, ഐവാ. എന്താണ്? ആക്ടിവിറ്റീസ് ചെയ്തു. അതിലെന്തൊക്കെയാ ചെയ്തത്? താ കൊണ്ട് ആരംഭിക്കുന്നത് ചെയ്തു. പിന്നെയോ? അത് തന്നെ, യാ കൊണ്ട് അവസാനിക്കുന്നത് എഴുതി. പിന്നെയോ? പിന്നെ ഒരു കുട്ടി കോഴിക്കോടിൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ഹുമ്മിൻ്റെ അടുത്ത് നിന്നിട്ട് അത് എന്താണെന്ന് എഴുതാൻ പറഞ്ഞു. നല്ല മക്കളായിട്ട് എല്ലാവരും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായി. എങ്ങനെയാണെന്നോ? ടീച്ചർ അതൊക്കെ കണ്ടുപിടിച്ചിട്ടോ. ടീച്ചർക്ക് നിങ്ങളെപ്പോലെ ഒരു കൊച്ചു കൂട്ടുകാര് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അതുപോലെ അയച്ചു തന്നിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കില്ലേ? ആരൊക്കെയാ ആക്ടിവിറ്റീസ് ചെയ്തതെന്ന് കാണാനായിട്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇതുപോലെ എൻ്റെ കുഞ്ഞു മക്കൾക്കും ആക്ടിവിറ്റീസ് അയക്കണമെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് അയച്ചു തരിക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ടീച്ചർ കാണിച്ചു തരാട്ടോ. അപ്പോൾ എങ്ങനെയാ അയക്കേണ്ടത്? ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കണം. കൂടാതെയോ അതിൻ്റെ താഴെ തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി അതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണേ. നമുക്ക് വായിച്ച് ആസ്വദിക്കാം അല്ലേ? വായിക്കാം നമുക്ക്. എല്ലാവരും റെഡിയല്ലേ വായിക്കാൻ? ഓക്കേ. قامت فاطمة من النوم وفتحت النافذة فرأت الزهرة يناديها تعالي يا فاطمة. طلعت الشمس، بدأت الفراشة يرقص واليعصوب يلعب. انظري إلى البلبل يطير فوق الشجرة. وانظري إلى الماشية تأكل العشب. ولم أنت متأخرا يا فاطمة. ഫാത്തിമ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേക്കാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാല്ലേ? ഖാമത്ത് ഫാത്തിമ മിനൻ നൗം. ഫാത്തിമ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. വഫതഹത്തിൻ നാഫിദ. എന്താ ചെയ്തത്? ഫതഹ നമ്മൾ പഠിച്ചില്ലേ? വഫതഹത്തിൻ നാഫിദ. മാ മഅന നാഫിദ? നാഫിദ എന്താണ്? വിൻഡോസ് അല്ലേ? ജനലാണല്ലേ? ഫതഹത്തിൻ നാഫിദ. ജനലങ്ങട് മെല്ലെ തുറന്നു. ഫറഅത്തി സഹറ യുനാദീഹ. അപ്പൊ അവള് ജനൽ തുറന്നപ്പോ എന്താ കണ്ടത് ഫാത്തിമ? എന്താ? അസ്സഹ്റു യുനാദീഹ. അവളെ വിളിക്കുന്നു. ഫാത്തിമ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പൂക്കളെല്ലാം അവളെ വിളിക്കുന്നു.
താലി യാ ഫാത്തിമ, താലി, കമോൺ കമോൺ, വാ ഫാത്തിമ, വേഗം വാ. ത്വലഅത്തി ശംസ്, ത്വലഅത്തി ശംസ്, സൂര്യൻ ഉദിച്ചു. ബദഅത്തിൽ ഫറാശ യർഖുസു. എന്താണ് ഫറാശ? ഫറാശ, വെരി ഗുഡ്. ഫറാശത്തുൻ ജംഉഹു ഫറാശാത്ത്, ബട്ടർഫ്ലൈസ്. എന്താണ്? ബട്ടർഫ്ലൈസ്. അപ്പോ എന്താണ് ബട്ടർഫ്ലൈസ് ചെയ്യുന്നത്? അവരൊക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെയോ വൽയഅ്സൂബു യൽഅബു. എന്താണ്? തുമ്പികളൊക്കെ കളിക്കാൻ തുടങ്ങി. ഉള്ളുരി ഇലൽ ബുൽബുൽ. നീ ആ ബുൽബുലിനെ ഒന്ന് നോക്കിയേ. ഉള്ളുരി ഇലൽ ബുൽബുൽ യത്വീറു ഫൗഖ അശ്ശജറ, യത്വീറു ഫൗഖ അശ്ശജറ. മരത്തിന്റെ മുകളിൽ പറന്നു നടക്കുകയാണവ. വല്ലുരി ഇലൽ മാഷിയ. നീ ആ കന്നുകാലികളെയൊക്കെ ഒന്ന് നോക്കിയേ. ആ ആടിനെയും പശുവിനെയും പോത്തിനെയൊക്കെ ഒന്ന് നോക്കിയേ. അവെന്താ ചെയ്യുന്നതെന്ന്? തഅക്കുലുൽ ഉഷ്ബ്. എന്താ ചെയ്യുന്നത്? അവര് ആ പുല്ല് തിന്നുകയാണ്. വലിമ അന്തി മുതഅഖിറ യാ ഫാത്തിമ. ഇവരെല്ലാവരും എല്ലാം ചെയ്തു. പിന്നെ നീ മാത്രം എന്താ ഇങ്ങനെ വൈകണത് ഫാത്തിമ? നീ മാത്രം ഇങ്ങനെ വൈകിയാൽ ശരിയാവോ? എല്ലാവർക്കും ആ ഭാഗം പിടികിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ആ, വെരി ഗുഡ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഈ ഭാഗം മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം അല്ലേ? നോക്കാം. ഇവൻ ഉൾദുർ ഇലൽ ലൗഹ നുറാജിഉൻ നസ് വനക്തശിഫു ജുമൂഅൽ മുഫ്രദാത്തിൽ മുലവ്വന. എന്താണ്? നുറാജിഉൻ നസ് വനക്തശിഫു ജുമൂഅൽ മുഫ്രദാത്തിൽ മുലവ്വന. എന്താണ് മുഫ്രദാത്തിൽ മുലവ്വന? അവിടെ നമ്മൾ ഈ മുൻപ് വായിച്ചിരിക്കുന്ന ഭാഗത്തിലേക്കൊന്ന് എത്തി നോക്കണമെന്ന്, മടങ്ങിപ്പോകണം. എന്തിനായിരിക്കും? അതിൽ കളർ കൊടുത്തിട്ടുള്ള ചില വാക്കുകളുണ്ട്. അവയ്ക്ക് ബഹുവചനം കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് ഏകവചനമാണ്. അതിന് ബഹുവചനം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന കോളത്തിൽ ഓരോന്നിൻ്റെ നേരെയും മുഫ്രദുകൾ എഴുതുക. പിന്നെ അതിൻ്റെ ജംഉകൾ എഴുതുക. അപ്പൊ എന്താ മുഫ്രദ്? എല്ലാവർക്കും അറിയാലോ. അതെ, ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഏകവചനത്തെ. ഒരു പേന, അത് മുഫ്രദാണ്. അതിന്റെ ജംഉ എഴുതുമ്പോഴോ പേനകൾ. അഹ്സൻ, അഹ്സൻ. പേനകൾ. അഖ്ലാം, ഒരു പേന. പേനകൾ. അഖ്ലാം. ഖലമുൻ ജംഉഹു അഖ്ലാം. അതുപോലെ ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു മിസാല് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് അത് നോക്കിയിട്ട് ആ പാഠഭാഗത്ത് നിന്ന് കളർ കൊടുത്ത വാക്കുകൾ നോക്കി എഴുതണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? അസ്സഹർ. എന്താണ്? അസ്സഹർ. സഹറുൻ ജംഉഹു അൽ അസ്ഹാർ. അസ്സഹ് ജംഉഹു അൽ അസ്ഹാർ. ഒരു പൂവ്. പിന്നെയോ കുറേ പൂക്കൾ. അധികം എണ്ണത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ജംഉ എന്ന് പറയുന്നതല്ലേ, ബഹുവചനം. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? കളറിലുള്ള ഏകവചനങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ട് എന്താ ചെയ്യണം? ടീച്ചറിന്റെ കൂട്ടുകാരായ കുഞ്ഞുമക്കള് അതിൻ്റെ ജംഉകള്, മുഫ്രദുകൾ കണ്ടെത്തി ജംഉകൾ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ടീച്ചറിന്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കണം. അതോടൊപ്പം എനിക്ക് കൂടി അയച്ചു തരണം. ടീച്ചർ പറഞ്ഞില്ലേ നമുക്കിവിടെ കാണിക്കാമെന്ന്, അതും നിങ്ങൾ ചെയ്യണം. ഓക്കെ? അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും